ഒരു കഥ പറയാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നരകത്തിൽ കടന്ന രണ്ട് ചെറുപ്പക്കാരെങ്ങനെ രക്ഷപ്പെട്ടു? ബിരുദന്മാരല്ലേ? നരകത്തിൽ കടന്ന രണ്ട് ചെറുപ്പക്കാരെങ്ങനെയോ നരകത്തിന്റെ പുറത്തു ചാടി. എന്നിട്ട് രണ്ടുപേരും കൂടെ സ്വർഗത്തിലേക്ക് ഓടുന്ന വഴിയിൽ മലക്കുകൾ പൊക്കി അള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്നു. രണ്ടുപേരെയും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അള്ളാഹു രണ്ടുപേരെയും നോക്കിയിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, തിരിച്ചങ്ങോട്ടിനെ വെക്കോളെ. അള്ളാഹു പറഞ്ഞു രണ്ടുപേരോടും പോകാൻ. ഒരുത്തനാണെങ്കിൽ പോടാന്ന് പറഞ്ഞ പോലെ ഊട്ടി പോകാൻ പറഞ്ഞ പോലെ ഓനങ്ങ് പോവാ, തിരിഞ്ഞ് ഒരൊറ്റ പോക്ക്. എന്ന രണ്ടാമത്തെ ചങ്ങാതിയാണെ പോണില്ല, അള്ളാഹിന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. അള്ളാഹിനിങ്ങനെ കണ്ണിരിട്ടിട്ട് നോക്കാം, വല്ലാത്ത നോട്ടം. അള്ളാഹ് പറഞ്ഞു, പോടാ, ഞാൻ പോവില്ല. എടാ നിന്റെ കൂടെ വന്ന് പോടാ, ഞാൻ പോവില്ല. അള്ളാഹ്, നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കണേ? പടച്ചോൻ ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കണേ? ഇല്ല അള്ളാഹ്, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചു. നോൻ പറയാ, അള്ളാഹുവേ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹു ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നേ? അള്ളാഹുവേ, നരകത്തിന്ന് ചാടിയ നീ പിടിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെനിക്കുറപ്പാ. എന്നിട്ട് ഇവൻ വിളിച്ചപ്പോ എന്തിനാ കൂടെ ചാടിയെന്നറിയാല്ല. പടച്ചവനെ, എനിക്കൊരു കാര്യം അറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്കിഷ്ടമല്ല. നിന്റെ അടിമ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്കിഷ്ടമല്ല റബ്ബേ. ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി നിന്റെ മുന്നിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറഞ്ഞു വിടുമെന്ന് കരുതിയിട്ട ഞാൻ വന്നേ. എന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു ആ പാപിക്ക് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നരകത്തിൽ കിടന്ന അവൻ അറിയായിരുന്നു, ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അള്ളാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. നീ നിൽക്കുന്നത് ദുനിയാവിലെ സ്വർഗത്തിലാ. നീ ഇപ്പോഴും ത്രാസ് പോലെ നിൽക്ക, ഏത് വേണമെന്ന്. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്ക്. ഒരടിമ അള്ളാഹിനെ കുറിച്ച് എന്ത് കരുതുന്നോ അത് അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇനി പറ, ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന് വിശ്വാസമുള്ളവർ മാത്രം കൈവക്കുക. അൽഹംദുലില്ലാ, ഈ ഒരൊറ്റ ഈമാൻ മതി, ഒറ്റ ദുആയും തള്ളൂല. ഈ ഒരൊറ്റ വിശ്വാസം മതി. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ.